ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഹൽവയാണ്. വളരെ നിസ്സാരമായ ഐറ്റംസ് മതി. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. 2 ഉണ്ട ശർക്കരയാണ്. അത് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് കുറുക്കിയെടുത്തിട്ട് അരിച്ചൊഴിച്ചാൽ മതി. അപ്പം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ഏത് കഞ്ഞിവെള്ളം മതി. ഞാൻ കുത്തിരിയുടെ ആണ് എടുത്തിരിക്കുന്നത്. ഞാനൊരു 5 കപ്പ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറുകിയതാണ്. അതിൻ്റെ അകത്തോട്ട് ഒരു 1/2 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ശർക്കര പാനി അരിച്ചൊഴിക്കാം. ഇത്തിരി ഏലക്ക പൊടിച്ചത് ചേർത്തങ്ങ് കൊടുക്കാം. ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏലക്ക പൊടിച്ച് ചേർക്കുന്നത്. ഒരു നുള്ളു ഉപ്പ് മതി, കാരണം അത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അത് ചെയ്യാം. സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത് കളറിന് വേണ്ടിയിട്ടാണ് ഈ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്, കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കിനി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് തണ്ടിപ്പരിപ്പും ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതങ്ങ് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. മിക്സാണ്. ഇനി ഇത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു നേരെ ഇളക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാലുള്ളൂ ഇത് കുറുകി വരണം. ഏറ്റവും ബുദ്ധിമുട്ട് ഹൽവ ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇത് തന്നെയാണ്. ഈ ഇളക്കി കൊടുക്കാണ്. നമുക്ക് ഇച്ചിരി നെയ്യൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു 2-3 തവണ ഓരോ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിരുന്നു. വെള്ളമെല്ലാം വറ്റി, വെള്ളമയങ്ങളെല്ലാം പോയി. ഇനിയിപ്പം ഈ ലെവൽ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ലെവൽ. ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. നമ്മളിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഉണ്ടോ? നല്ല ഇത് ഉറച്ചിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുണ്ടോ? ഇങ്ങനെ ഇരിക്കും. എമ്മി പൊളി സാധനം.